ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചത്തരണ്ടി വെറൈറ്റി ആയിട്ടൊന്ന് കറി വെച്ചാലോ. ഒരു അടിപൊളി ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടാലോ. പച്ചത്തരണ്ടി 1 കിലോയാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 2 കറിവേപ്പില, അതുപോലെ തന്നെ പൊടികൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ആദ്യം തന്നെ ചെറിയുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. പച്ചത്തരണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാവേ. ഇതുപോലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഒന്ന് നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞു. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്കയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തു. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. തണുത്തിട്ടേ മിക്സർ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അരപ്പെല്ലാം തണുത്തു. ഇനി ഒരു മിക്സർ ജാറിനകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് പേസ്റ്റ് രൂപത്തിൽ വേണം ഇതൊന്ന് അരച്ച് കൊടുക്കുക. ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് അരിഞ്ഞ് വരണമല്ലോ, അതുകൊണ്ട് ഇതുപോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്കൊന്ന് അരച്ച് എടുക്കാൻ വേണ്ടി. ഇനി ഒരു മൺചട്ടി അടുപ്പയിൽ വെച്ച് കടുകും ഉലുവായി ഇട്ട് നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മൂപ്പിച്ചെടുക്കാവേ. നന്നായിട്ടൊന്ന് മൂത്തു. അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പ് മൂക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കാവേ. എണ്ണ തെളിഞ്ഞ് വരും, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ചാറ് ആവശ്യമുള്ളത് അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് തിളയ്ക്കുന്ന വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പച്ചത്തരണ്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീൻ മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കാവേ. ഇനി നമുക്ക് ഇതെല്ലാം ഇളക്കിയെല്ലാം കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കണം. മീൻ വെന്തതിന് ശേഷം ഇളക്കരുത്. ഇത് നമ്മൾ ഇട്ടതല്ലേ ഉള്ളൂ. ഇട്ട ഉടനെ ഇളക്കിയാൽ കുഴപ്പമില്ല. ഒന്ന് ഇളക്കിയിട്ട് ഇനി മീനൊന്ന് വേവട്ടെ. നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ മീനൊന്ന് ഒരു 10 മിനിറ്റ് തീ കൂട്ടിയിട്ടിട്ടൊന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ പച്ചത്തരണ്ടി മുളകിട്ട് വെറൈറ്റി ആയിട്ടുണ്ടാക്കിയ കറി ഇവിടെ റെഡിയായി. അടിപൊളി രുചിയിലാണ് ഇന്ന് പച്ചത്തരണ്ടി ഇവിടെ തയ്യാറാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്തണം. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു പുതിയൊരു വിഭവമായി വീണ്ടും കാണുന്നത് വരെ ബൈ.